അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് പലവട്ടം പ്രഖ്യാപിച്ചതാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ ഒരു ബന്ധമോ അല്ലെങ്കിൽ അകൽച്ചയോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദുൽ ഉലമ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിലർക്ക് ദഹിക്കുന്നില്ല. രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മത്സരം ഉണ്ടാവും. അതുപോലെ ഞങ്ങളും അത് മത്സരിക്കണം എന്നുള്ള മനസ്സെച്ചാൽ ശരിയാവില്ല. സമസ്തക്കാർ അങ്ങനെ മത്സരിക്കണം. നിങ്ങളിപ്പം ഇടതുപക്ഷം വലതുപക്ഷത്തിന് കുറ്റം പറയും, ഇടതുപക്ഷത്തിന് കുറ്റം പറയും. അത് പരിധിവരെ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾക്ക് അത് പറയാനൊന്നും നമുക്ക് കഴിയില്ല. ഇതാണ് ഇപ്പോൾ ഒരു തർക്കം. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാച്ചാൽ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ബന്ധപ്പെടേണ്ടി വരും, മന്ത്രിമാരോട് ബന്ധപ്പെടേണ്ടി വരും. ഞങ്ങളിവിടെ ജീവിക്കുന്ന പൗരന്മാർ തന്നെയല്ലേ, നമുക്കിവിടെ ആവശ്യങ്ങളില്ലേ? ആവശ്യങ്ങളുണ്ടാവും. നമുക്കെതിരായി വരുന്ന സംഗതികൾക്ക് നമ്മൾക്ക് എന്താക്കണം, പ്രതിരോധിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ സയ്യിദുൽ ഉലമ എന്നുള്ളതാണ് ചിലരൊക്കെ കാണുന്ന തെറ്റ്. അത് ആ തെറ്റാണെങ്കിൽ തെറ്റുകൾ മനസ്സിലാട് വെച്ച വേറൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ നിലക്ക് തന്നെ നമുക്കെന്താക്കണം, പോകണം. എല്ലാവരെയും ഒത്തുപിടിച്ച് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്കെന്താക്കണം, പോകണം. അല്ലാതിരുന്നാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പ്രയാസമായിരിക്കും. ഭരിക്കുന്നവരിൽ നിന്ന് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്, അതിന് അവരുമായി ബന്ധപ്പെടും. പ്രതിപക്ഷത്തിൽ നിന്ന് നമുക്ക് അവകാശങ്ങൾ നേടാൻ വേണ്ടി അവരുടെ ഒത്താശ കിട്ടേണ്ടതുണ്ട്, അതിന് അവരെ നമ്മൾ സമീപിക്കും. ഈ നമ്മുടെ സ്റ്റേജുകളിൽ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും വരുമ്പോൾ എല്ലാ സ്റ്റേജുകളിലും വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, രമേശ് ഇന്നലെ കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും ഇടതും വലുതുമായിട്ട് നമുക്കൊരു വ്യത്യാസമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വാട്സപ്പിലൊക്കെ വരുന്ന ഈ പ്രവൃത്തി അതൊക്കെ ഇങ്ങനെ ഒരു തോന്നിയാസം, എന്താണെന്ന് അറിയാത്ത കുറേ കുണ്ടന്മാരുണ്ടാവുമല്ലോ, കളിക്കുന്ന കുണ്ടന്മാർ, അവർ ചെയ്യുന്ന പണിയാണ്. അതൊക്കെ വളരെ തള്ളിക്കളയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ നിലക്ക് എന്താക്കണം, ചിന്തിക്കണം. അള്ളാഹു നമുക്കൊക്കെ നല്ല മനസ്സ് തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ്, ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളെ കമ്മ്യൂണിസ്റ്റ് മതമൊക്കെ അയാൾ എന്തായിക്കോട്ടെ, അയാൾ ഇവിടെ നമുക്ക് എന്താക്കണം, നമുക്ക് ആവശ്യം റോഡ് പാലൊക്കെ ഉണ്ടാക്കി തരണം. അത് നമ്മളെല്ലാവർക്കും ഉള്ളതാ, മുസ്ലിങ്ങൾക്കും സമസ്തക്കാർക്കും മാത്രമല്ല, പാലുണ്ടായ എല്ലാവർക്കും നടക്കുക. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ സഹകരണം നമുക്ക് വേണം. അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അള്ളാഹു ഇറക്കിയ ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്. ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് സ്വീകരിച്ച് അമ്പിയാക്കന്മാരൊക്കെ പ്രവൃത്തി നടത്തി പോന്നു. അവസാനത്തെ പ്രവാചകർ ഖാത്തിമുൻ നബിയൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ അതിന് പര്യവസാനം കുറിച്ചു. ലാ നബിയ ബഅദി, പിന്നെ ശേഷം നബിയില്ല. ശേഷം നബിയില്ലാത്ത രൂപത്തിൽ അത് അവസാനിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ എങ്ങനെയാണ് നടക്കേണ്ടത്? 15ഓളം നൂറ്റാണ്ടുകൾ കഴിഞ്ഞല്ലോ. 15 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇതിന് തേയ്മാനം സംഭവിച്ചിട്ടില്ല. അള്ളാഹു നൽകിയ ആ നിയമം അനുസരിച്ച് ജീവിക്കുന്ന, വിശ്വാസപരമായും കർമ്മപരമായും വിശ്വസിച്ച് ജീവിക്കുന്ന ആ ജനങ്ങളുടെ പരമ്പര തുടരുകയാണ്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണെന്നാണ്, ആവേശം കൂടി വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ സ്വീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഇസ്ലാം, ആ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ നിലനിന്നു? എങ്ങനെയാണ് ഇതിൻ്റെ പരമ്പര? പ്രവാചകന്മാരില്ലാതെ അള്ളാഹു സംവിധാനിച്ച പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് നടത്താൻ ആരാണ് നിയോഗിക്കപ്പെട്ടത്? അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാർ, അള്ളാഹുവിൻ്റെ അംബിയാക്കന്മാരുടെ അനന്തരഗാമികളായി വിശേഷിപ്പിക്കപ്പെട്ടത് പണ്ഡിതന്മാരാണ്. അവർക്കാണ് അതിൻ്റെ സ്ഥാനം. നബിക്ക് ശേഷം പിന്നെ ഈ ദീൻ കൈകാര്യം ചെയ്യേണ്ടത്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, നിലനിർത്തേണ്ടത് അത് പണ്ഡിതന്മാരാണെന്നുള്ളതാണ്. അങ്ങനെ വളരെ വ്യക്തമായി നമുക്ക് മുഴുവൻ രേഖയുണ്ടല്ലോ. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ ഉലമാക്കളായിരിക്കും. അള്ളാഹനെ അറിയണ്ടേ, അത് ഉലമാക്കൾക്കേ സാധിക്കുള്ളൂ. അവരിതിന് പ്രബോധനം ചെയ്യണം, അമ്പിയാക്കന്മാരുടെ ജോലി ഏറ്റെടുത്തുകൊണ്ട് നടത്തണം എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ആധാരം ഖുർആനാണ്. അതിനു മുമ്പും ഇതുപോലെ ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഖുർആനിൽ തന്നെ കാണുന്നുണ്ട്. മൂസാ നബിയോട് ഇങ്ങനെ വരുമ്പം, മദിയനിൽ നിന്ന് തിരിച്ചു വരുമ്പം ഒരു പർവ്വതത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇങ്ങോട്ട് കയറി വാ മൂസ, ഈ തായ്വരയിലേക്ക്, സീനാ പർവ്വതത്തിൻ്റെ തായ്വരയിലേക്ക് കയറി വാ എന്ന് പറയുന്നു. അങ്ങനെ ചെരുപ്പ് അയച്ചുകൊണ്ട് കയറി വന്നപ്പോൾ മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്തു.
ഈസാ നബിക്ക് ഇഞ്ചീൽ കൊടുത്തു, ഇങ്ങനെയാണ് പറയുന്നത്. ഒറ്റ അടിക്കാണ് കൊടുക്കുക ചെയ്തത്. അതൊക്കെ ഇവിടെ സ്ഥായിയായി നിൽക്കാനുള്ള ഒരു നിയമമല്ല. സ്ഥായിയായി നിൽക്കാനുള്ള നിയമം ജനങ്ങളുടെ മനസ്സിൽ അങ്കുരിപ്പിക്കണം. അതിന് കാലങ്ങളെടുക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അങ്ങനെയല്ല കൊടുത്തത്. 23 കൊല്ലത്തിനടക്കാണ് കൊടുത്തത്. 23 കൊല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് പൂർത്തിയായി. പിന്നീട് ജീവിച്ചത് 63 വഫാത്താകുന്നതെങ്കിൽ 23 കൊല്ലമാണ് ശിഷ്ടമായിട്ടുള്ളത്. ആ 23 കൊല്ലം ഖുർആൻ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഭൂമിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഇതാണ് നമ്മുടെ ആധാരം, വിശ്വാസത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ആധാരം. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു തരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നടപ്പാക്കിക്കൊണ്ട് കാണിക്കുകയാണ്. അതിനാണ് 23 കൊല്ലം എടുത്തത്, ഒറ്റ അടിക്ക് കൊടുത്തതല്ല. 23 കൊല്ലം കൊണ്ട് ജനങ്ങളിടയിൽ ഇറങ്ങി അവരുടെ ഇടയിൽ നടന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു നിയമ സംഹിതയാണ് നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ പ്രബോധകരെ അയച്ചിട്ടുണ്ട്. സഹാബത്തിനെ, നബിയുടെ അനുചരന്മാരായ സഹാബത്തിന് പല രാജ്യങ്ങളിലേക്കും അയച്ചതിൻ്റെ വിതരണങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ അല്ലെങ്കിൽ സഹാബത്ത് നബിയിൽ നിന്ന് ആ ജീവിതം പകർത്തിയ പരിശുദ്ധാത്മാക്കളായ സഹാബത്ത് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു കലർപ്പുമില്ലാത്ത ഇസ്ലാമാണ്. നബിയിൽ നേരിട്ട് പഠിച്ച സഹാബത്ത് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അതിലൊരു കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമോ അതിന് കളയേണ്ട ആവശ്യമോ ഇല്ലാത്ത രൂപത്തിൽ നബിയുടെ ആ ജീവിത രീതി തന്നെയാണ് ഇവിടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ഇസ്ലാമാണ് നമ്മൾ പഠിച്ചത്. അവിടെ നമ്മൾ എല്ലാം ചെയ്യും. ഖുർആൻ ഓതും, ദിക്റിലും കൂട്ടുപ്രാർത്ഥന നടത്തും, ദിക്റിൻ്റെ മജ്‌ലിസുകൾ നടത്തും, മരിച്ചാൽ അതിനുള്ള അടിയന്തരങ്ങളൊക്കെ നടത്തും, തറാവീഹ് 20 നിസ്കരിക്കും. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനിൻ്റെ ഉള്ളിലുള്ളതാണ്. അതിങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് ഏതാണ്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഫിത്നയുണ്ടായത്. ചില ആളുകളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ശിർക്കാണ്, ഈ പ്രവൃത്തികൾ ബന്ധപ്പെടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ ശൈഥല്യമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ ബാധ്യത. അതിന് മുമ്പ് ഇവിടെ സംഘടനയില്ല, ആർക്കുമില്ല. മുസ്ലിം എന്നല്ലാത്തൊരു സംഘടന ആർക്കുമില്ല. അപ്പോൾ സംഘടന ഉണ്ടാക്കി ബിദഈ പ്രസ്ഥാനക്കാർ, വഹാബികൾ സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചപ്പോഴാണ് നമ്മുടെ ഉലമാക്കൾ ഉണർന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. അതിൻ്റെ പ്രവർത്തനം ശക്തമായിക്കൊണ്ട് എല്ലാ നാടുകളിലും വഹാബികൾ ഫിത്ന വിതറിയതൊക്കെ അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് അതിനെ തിരുത്തി നല്ല പാതയിലേക്ക് അവരൊക്കെ കൊണ്ടുവരാൻ ഈ ഉലമാക്കൾക്ക് സാധിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടന എന്നല്ല. അമ്പിയാക്കന്മാർക്ക് സംഘടന ഇല്ലല്ലോ. അമ്പിയാക്കന്മാർ എങ്ങനെയാണ് ചെയ്തത്, ആ സംഗതികൾ ഇങ്ങനെ തായ്വൈ ആയിക്കൊണ്ട് ഇങ്ങനെ തുടർന്ന് വരുന്നു. അങ്ങനത്തെ കുറച്ച് കൂട്ടാണ് ഉലമാക്കന്മാരുടെ കൂട്ടമാണ്. ആ ഉലമാക്കന്മാരുടെ ദൗത്യം ഉഹ്റവിയായ കാര്യങ്ങളിൽ അധിഷ്ഠിതമായ ദൗത്യമാണ്. അവർക്ക് ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾ, കച്ചവടം കാര്യങ്ങളൊന്നല്ല പറയാനുള്ളത്. എങ്ങനെ ആഖിറം രക്ഷപ്പെടും, പരലോകം എങ്ങനെ രക്ഷപ്പെടും. പരലോക വിശ്വാസം നമ്മുടെ അടിസ്ഥാനമാണ്. മരിച്ചാൽ നമ്മൾ പുനർജന്മമുണ്ടാകുമെന്നും അവിടെ ചോദ്യങ്ങളും ഖബറുകളും മഹ്ശറും പാലവും ഒക്കെ ഉണ്ടാകും, സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ വിശ്വാസം അടിയുറച്ച വിശ്വാസമാകുമ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴുമാണ് മുസ്ലിമാകുന്നത്, അല്ലാത്തവൻ ഇസ്ലാമിലല്ല. ഇത് പറയാൻ നമുക്കെന്താ മടിൻ്റെ ആവശ്യം? ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് കാണേണ്ട സാധ്യം, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇത് ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും കർത്തവ്യമാണ്. ഈ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഉലമാക്കന്മാരുടെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിനെ മുസ്ലിങ്ങൾ നെഞ്ചേറ്റണ്ടേ. അതിൽ നിന്ന് പുറത്തു പോയിട്ട് എവിടെ പോവാനാ? നമ്മൾ എവിടെ പോവുക? വഹാബി ആവാനോ, മൗദൂദി ആവാനോ? അതൊന്നും ഇസ്ലാമല്ലല്ലോ. നബിയും സഹാബത്തും ഇവിടെ കൊണ്ടുവന്ന ഇസ്ലാമല്ല. ആ ഇസ്ലാം ഇതിൻ്റെ പുറത്തുള്ള ഒരു ചൈനീസ് നിർമ്മിത ഇസ്ലാം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സാധനമാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ സാധനമല്ല. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആ തന്മയത്വം ഇവിടെ നിലനിർത്താൻ സമസ്ത ആവശ്യമാണ്. സമസ്ത എന്തൊക്കെ ചെയ്തു? ചെറുപ്പത്തിലെ നമ്മളെ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഈമാൻ കാര്യം പഠിപ്പിക്കുന്നു, ഇസ്ലാം കാര്യം പഠിപ്പിക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. അതിനുവേണ്ടി
12,000-ഓളം മദ്രസകൾ സമസ്തയുടെ അംഗീകൃത മദ്രസകളുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും ഇപ്പം അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അന്യ നാടുകളിലുണ്ട്, ഗൾഫ് നാടുകളിലും അല്ലാത്ത യൂറോപ്യൻ നാടുകളിലൊക്കെ ഉണ്ട് നമ്മളിതുകൾ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ മദ്രസ പ്രസ്ഥാനം എത്തിക്കാനുള്ള പുതിയ സംവിധാനങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. UK-യിലും ഇംഗ്ലണ്ടിലും അതുപോലെ ബ്രിട്ടീഷ് എല്ലാ രാജ്യങ്ങളിലും, ചൈനയിലടക്കം ഉത്തരവിൽ മൊലോബിസി എന്ന് പറഞ്ഞ ചൈനയിലടക്കമുള്ള കുട്ടികൾക്ക് ഈ കാര്യം പഠിപ്പിക്കാനുള്ള സംവിധാനം, ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഈ മദ്രസ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത നിലക്ക് അള്ളാഹുവിൻ റസൂലും സഹാബത്തും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ച ആ സംഗതി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതിവിടെ നിലനിൽക്കണോ? മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭിന്നിക്കേണ്ടതുണ്ടോ? ഇതല്ല വേണ്ടത്. അള്ളാഹുവിൻ്റെ നിയോഗമാണല്ലോ, അള്ളാഹുവിൻ്റെ സംവിധാനമാണ് ഇത് പ്രചരിപ്പിക്കാനുള്ളത്. അത് പ്രചരിപ്പിച്ചാലേ നമുക്കെന്നുള്ളൂ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിയാതെ, പുറം തിരിയാതെ ആരും എന്താക്കല്ല രക്ഷപ്പെടൂല. ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്നഹു മഈശതൻ ലങ്ക വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറ. ഖുർആൻ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. മൻ അഅറദ അൻ ദിക്രി, ഈ സംഗതിയെ തൊട്ടാരെങ്കിലും പിന്തിരിഞ്ഞാൽ, ഈ സംഗതി സ്വീകരിക്കാതെ, ഈ ഉലമാക്കൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ദീൻ അത് സ്വീകരിക്കാതെ നിങ്ങളാരെങ്കിലും പിന്തിരിഞ്ഞാൽ ഫഇന്നലഹു മഈശതൻ ലങ്ക, അവൻ്റെ ജീവിതം ദുന്യവിയായ ജീവിതം തന്നെ കുടുസായ ജീവിതമായിരിക്കും. കുടുസായ ജീവിതം, ദുന്യാവിൽ തന്നെ അവനക്കൊരു സമാധാനം ഉണ്ടാവില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുകയും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തള്ളിപ്പറയുകയും ചെയ്യുന്നവന് അവൻ ദുനിയാവിൽ ജീവിതം ഒരു സുഖകരമായ ജീവിതം ഉണ്ടാവില്ല. വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമാ, പരലോകത്ത് ചെന്നാലോ അവൻ അന്ധനായിരിക്കും, അവന് കുരുടനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നും അവനക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പകരമായിക്കൊണ്ട് സ്വർഗീയ സുഖങ്ങളൊക്കെ മുഅ്മിനീങ്ങൾ ആസ്വദിക്കുമ്പോൾ അവൻ നരകത്തിൻ്റെ അഗ്നിയിൽ കടന്നിട്ട് വേവുന്ന അവസ്ഥയായിരിക്കും അവനക്ക് ഉണ്ടാവുക. ഇതൊക്കെ ഖുർആൻ നമ്മളോട് പറയുന്നതല്ലേ. ഖുർആൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാ? അപ്പം അതുകൊണ്ട് ചോദിക്കാനുള്ളത്, ഈ സമസ്തയെ മാറ്റി നിർത്തി നമുക്ക് ആരെയാണ് പിന്തുടരാനുള്ളത്? ഒരാളാരെങ്കിലും പറയട്ടെ. വഹാബി പിന്തുടർന്നാൽ ശരിയാവോ? ഇല്ല. അവർക്ക് പ്രവാചകന്മാരെ സംബന്ധിച്ച് തന്നെ മാന്യമായിട്ടുള്ള പെരുമാറ്റം അവരോടില്ല. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്നില്ല. അങ്ങനല്ലേ? സഹാബത്തിനെ സംബന്ധിച്ച് അസ്ഹാബി കന്നജൂം ബി അയ്യിഹി മുക്തദൈത്തും ഹിതദൈത്തും, തറാവി നിസ്കാരം 20 റക്അത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. 2 ഹറമുകളിലും ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു. 20. ഇവരിവിടെ വന്ന് പറഞ്ഞല്ലോ തറാവി 8 പറഞ്ഞു, പിന്നെ പറഞ്ഞു ഒന്നുമില്ല, തറാവി ഒരു കുന്തുമല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി പറയുകയാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ കൂട്ടുപ്രാർത്ഥന, മജ്ലിസു ദിക്റിൻ്റെ മജ്ലിസുകൾ, ഇതൊക്കെ വളരെയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളല്ലേ. ദിക്റിൻ്റെ മജ്ലിസ് സംബന്ധിച്ച് ദിക്റിൻ്റെ മജ്ലിസുകളിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ ഒരു കൂട്ടം മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അവർ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പം ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കണ്ടാൽ മലക്കുകൾ അവിടെ വരും. സഹിയായ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ സഞ്ചരിക്കുന്ന മലക്കുകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ സംഘടിക്കും. ആ സംഘടിക്കുന്നിടത്ത് മലക്കുകൾ ചെന്നാൽ എന്താ അവർ കാണുക? അവർ കാണും ഇവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മലക്കുകൾ തിരിച്ചു പോകും. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് പറയും, റിപ്പോർട്ട് അവതരിപ്പിക്കും. കണ്ട റിപ്പോർട്ട് ബുഖാരി ഇമാം മുസ്ലിം ഇമാം വളരെ വ്യക്തമായിട്ട് എഴുതിയ ഒരു സംഭവമാണിത്. അങ്ങനെ ചെന്നിട്ട് തിരിച്ചിട്ട് അള്ളാഹുവിനോട് പറയും. അള്ളാഹു ചോദിക്കും, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് വരികയാണ്. എന്താ അവർ ചെയ്യുന്നത്? അവർ അങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അവർ ചെയ്യുന്നത്? നിന്നെ സ്തുതിക്കുന്നു, നിനക്ക് തംജീദ് ചെയ്യുന്നു, തസ്ബീഹ് പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പം അള്ളാഹു ചോദിക്കുകയാണ്, അവരെന്നെ കണ്ടിട്ടുണ്ടോ? നിന്നെങ്ങനെ കാണാനാ പടച്ചോനെ? നിന്നവർ കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു പറയാണ്,
എന്നെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെ കാണാത്ത അള്ളാഹുവിന് വേണ്ടി അവരെ വട്ടം കൂടിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെയെങ്ങാനും അവർ കണ്ടാൽ സ്ഥിതി എന്തായിരിക്കും? ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മലായിക്കത്തിനോട് ചോദ്യം ചെയ്യുന്നുണ്ട് കാണാം. എന്താണ് അവർ ചോദിക്കുന്നത്? അവർ ചോദിക്കുന്നത് സ്വർഗം പടച്ചവനെ. സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതേ പ്രകാരം തന്നെ എന്തിനെ തൊട്ടാണ് അവർ അഭയം തേടുന്നത്? നരകത്തെ തൊട്ട് പടച്ചവനെ. നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല പടച്ചവനെ. അത് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസ് ദിക്റിൻ്റെ മജ്ലിസുകൾ, അതാണല്ലോ നമ്മളെ നാട്ടിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ മൗലിദിൻ്റെ മജ്ലിസ്, ദിക്റിൻ്റെ മജ്ലിസ്. അങ്ങനെ അടിയന്തരങ്ങളിലൊക്കെ നമ്മളിപ്പോൾ മജ്ലിസ് നൂറടക്കമുള്ള സംഗതികൾ, ഇങ്ങനെ കൂട്ടമായി ചെല്ലുന്ന സംഗതികളെ പ്രശംസിച്ചുകൊണ്ടാണ് അല്ലാഹു തആല മലക്കുകളുടെ ചർച്ച വളരെ അഭിനന്ദിച്ചു. അവസാനം ഒരു മലക്ക് പറയും, ആ മജ്ലിസിൽ ഒരുത്തം വന്ന് കൂടിയിട്ടുണ്ട്, ഓന് മജ്ലിസിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, ഓനങ്ങനെ കയറിയപ്പോൾ എന്താ അവിടെ ചോറുമൊക്കെ ഉണ്ടാവുകയല്ലോ, ചിലപ്പം അതിനൊക്കെ തിന്നാൻ വന്നതായിരിക്കുന്നു. അപ്പം അള്ളാഹു മറുപടി പറയും. അള്ളാഹു എന്താ പറയാ? അവനിക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും പുറത്ത് കൊടുത്തില്ല, അവനിക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. കാരണം ഹുമുൽ ഖൗമുലാ യഷ്കാ ജലീസുഹും, ഹുമുൽ ഖൗമുലാ യഷ്കാ ജലീസുഹും. ആ കൂട്ടരായിരുന്ന കൂട്ടരുണ്ടല്ലോ, അവരൊരു കൂട്ടരാണ്. ആ കൂട്ടത്തിൽ കൂടിയ ആരും പയക്കുകയില്ല, അവരൊക്കെ നല്ലവരായിരിക്കും. ഉണ്ടോ? അപ്പം മജ്ലിസ് ദിക്റിൽ പങ്കെടുത്ത് ഉറങ്ങിയാൽ പോലും അവനിക്ക് പ്രതിഫലമുണ്ടെന്നൊക്കെ പറയുന്ന ഈ ഹദീസുകളല്ലേ നമ്മൾ ആധാരം? നബിയുടെ ജീവിതമല്ലേ? നബി ജീവിച്ച് കാണുന്നതല്ലേ ഖുർആൻ, ഹദീസ്? ഇത്തരം കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വൃത്തത്തിൽ ജീവിക്കുന്ന ഈ സുന്നികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളെ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഒരു കൂട്ടർക്ക്. അവരുടെ കൂട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റുമോ? പിന്നെ ഒരിക്കൽ വന്ന് ജമാഅത്ത് ഇസ്ലാമി വന്നു. അവർ ആ ആശയങ്ങളൊക്കെ അവരെ തലയിൽ കയറ്റിയതിൻ്റെ പുറമെ മതരാഷ്ട്രവാദം, നമ്മുടെ രാജ്യത്തിൻ്റെ അച്ചടക്കം പൊളിക്കുന്ന സംവിധാനമായിട്ട് വന്നു. നമുക്കൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള തണൽ. അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ഉടച്ചു വാർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് വന്നത് ഹുക്കൂമത്തെ ഇലാഹി ഭരണം, ഇസ്ലാമിക ഭരണകൂടം. ഇസ്ലാമിക ഭരണകൂടം മുസ്ലിങ്ങളാണെങ്കിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഇവിടെ ഭൂരിപക്ഷം വരുന്നവർ അമുസ്ലിങ്ങളാണ്, പല മതക്കാരാണ്. അവർക്കൊക്കെ ജീവിക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഭരണഘടന ഉണ്ടാക്കി അതിൻ്റെ ശില്പികൾ മഹാന്മാർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് നമ്മുടെ തണലാണ്. ഇന്നത്തെ കേന്ദ്ര സർക്കാർ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റൊന്നാണ്, ഒരു ദുരന്തം. ആ ഭരണഘടന ഇല്ലാതെയാക്കിക്കൊണ്ട് പൗരത്വം വരെ നിഷേധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ഭരണഘടന നിലനിൽക്കണം, അതിൽ മാറ്റം വേണ്ട എന്ന് പറയാനാണ്. അതനുസരിച്ച് ജീവിക്കണം. അവിടെയാണ് ഈ മൗദൂദി കടന്നു വന്നിട്ട് ഈ ഭരണഘടന മാറ്റി ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഇതും അംഗീകരിക്കാൻ പറ്റില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ജമാഅത്തെ ഇസ്ലാമിയെ പിറവിയെടുത്തത് മുതൽ തന്നെ നിലം തൊടാതെ ഭൂമിയിൽ വരാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തിയത് സമസ്തയാണ്. എൻ്റെ ഇതര മതസ്ഥർ കൂടെ എന്താക്കണം, ഇത് മനസ്സിലാക്കണം. മറ്റ് രാഷ്ട്രീയക്കാരിത് മനസ്സിലാക്കണം. സമസ്തയുടെ പ്രവർത്തനം അവരുടെ വിശ്വാസവും പള്ളിയും മദ്രസയായി കൂടെ മാത്രമല്ല, ഈ രാജ്യത്തെ സ്വസ്ഥമായിട്ട് ശാന്തമായി ജീവിക്കാൻ പറ്റിയ അവസരം ഉണ്ടാവണം എന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു തെളിവാണ് ഈ വിഷയങ്ങളൊക്കെ. ഇതുപോലെ വിഘടന തീവ്രവാദികളൊക്കെ പലതും വന്നപ്പോൾ, ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ വന്നപ്പോഴൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നതിന് മുന്നിലുണ്ടായത് സമസ്തയാണ്. ഇപ്പം സമസ്ത അവരുടെ വ്യക്തിപരമായ ആദർശങ്ങൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്ത്, വിശാലമായ രാജ്യത്ത് എല്ലാ മതക്കാരും കൂടി ജീവിക്കുന്ന, സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഈ രാജ്യത്ത് സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ പറ്റിയ അവസ്ഥക്ക് വേണ്ടി ജിഹാദ് ചെയ്യുന്നവരാണ്. അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സമസ്തയാണ് നമ്മുടെ സമസ്ത. ഇത് 100 വർഷം തികഞ്ഞിരിക്കുന്നു. ഇതിന് നമ്മളെന്താക്കണം? തോളിലേറ്റണ്ടേ? ഇതെല്ലാം നമുക്ക് തോളിലേറ്റാൻ ഒന്നുമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോക്കിയാൽ ഭൗതിക മേഖലയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം, പൊതുവെ വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസവും അതോടുകൂടെ മറ്റുള്ള ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസവും അത് അഭ്യസിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത. പരിശോധിച്ചാൽ അറിയാം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമസ്ത ഉദ്ദേശിക്കുന്ന അവർ ലക്ഷ്യമിടുന്ന, ഇപ്പോൾ നമ്മൾ
പുതിയ ഒരുപാട് 15 ഇന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തോടു കൂടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു തഹിയ്യ ആപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഫണ്ട് സ്വരൂപിച്ചത്. പ്രതീക്ഷയിലധികം ജനങ്ങളൊക്കെ അതിനെന്താക്കിയിട്ട് അനുകൂലിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ പദ്ധതികളൊക്കെ അതുകൊണ്ട് ഉടനെ തന്നെ ആ രംഗത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. നിങ്ങൾക്കത് കാണാം, ഉറപ്പ് തരികയാണ്. അങ്ങനെ സമസ്ത എന്ത് പറയുന്നോ എന്ത് വെക്കുന്നോ അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇതിന് പുറംതിരിയുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതാണ്, ഇത് സമസ്തയാണ്, അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലും എപ്പോഴും പറയാറുള്ള സംഗതി ഇതാണ്. ഈ സമസ്ത ഉണ്ടാക്കാനുള്ള നിർദ്ദേശം അതൊരു വഹിയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വഹിയ മൂലമുണ്ടാക്കിയതാണ്. വഹി പലതുമുണ്ട്, പല വിധത്തിലുണ്ട്, ആ അങ്ങനത്തെ ഒരു വഹിയാണ്. അതോടുകൂടെ തന്നെ ഇന്നും അതിൻ്റെ പിന്നിൽ ഇതൊക്കെ സ്ഥാപിച്ച മഹാന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരിഫീങ്ങളായ ആളുകളാണ്. അവരുടെയൊക്കെ സഹായവും തിരുനോട്ടവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ നമ്മളാരും അതിനെ അഹങ്കരിക്കുകയോ കിബിറ് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അള്ളാഹുവിൻ്റെ മദതില്ലാതെ നടക്കൂല, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മദതില്ലാതെ ഒന്നും നടക്കൂല. അതുകൊണ്ട് തന്നെ അതൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്ന നമ്മളാണ്. അങ്ങനെ ഒരു മദതുണ്ട്, അമ്പിയാക്കന്മാർ മരിച്ചുപോയാൽ ഒന്നുമില്ല എന്ന് പറയുന്നവരാണ് വഹാബി മൗദൂദികളൊക്കെ. മരിച്ചു പോയാലും നമ്മളിടയിൽ അവരുണ്ട് എന്ന് മാത്രമല്ല, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ മരിച്ചുപോയ എത്ര ആൾക്കാരുടെ മഹാന്മാരുടെ പേരിൽ എത്ര സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ മതത്തിലെല്ലാം നടക്കുന്നത് അല്ല നമ്മളെ പവറാണോ? അല്ല, അതാണ് നമ്മളെ വിശ്വാസം, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തൊരു പരിപാടി പറഞ്ഞാലും അത് സ്വീകരിക്കുന്നവനാണ് മുസ്ലിം. അതിന് മുഖം തിരിക്കുന്നവന് ആ ഗണത്തിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല. അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ശരിയാണ്, അത് വളരെ ആലോചിച്ചാണ് തീരുമാനിക്കുക. അതിലുള്ള പണ്ഡിതന്മാരൊക്കെ അഗ്രഗണ്യന്മാരായ എല്ലാ നിലക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരാണ്, പഠിച്ച പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനം ആലോചിച്ച തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിനെ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പുറങ്കാല് കൊണ്ട് ജനം തള്ളിക്കളയും എന്നതും തീർച്ചയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ട് മറുഭാഗത്തോ അപ്പുറത്തോ ഒക്കെ പോയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തിരിച്ചു വരണം. നമ്മളെ പരലോക മോശത്തിന് വേണ്ടി ആക്കിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ സമ്മേളനം കൂടുന്നത്. നിങ്ങളെ ക്ഷണിക്കാൻ, പുറത്തുള്ളവരകത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ സമ്മേളനത്തിൻ്റെ എല്ലാ പരിപാടികളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ നല്ല നിലയിൽ നയിക്കാൻ നമ്മുടെ ഉലമാക്കൾക്ക് പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ തങ്ങൾ അവർക്ക് അല്ലാഹു തആല സിഹത്ത് ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ സമസ്തയിലെ മറ്റുള്ള ഉലമാക്കന്മാർക്കും അതിൻ്റെ കീഴ്ഘടകങ്ങളായ സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും SKSSF, SBV, സുന്നി യുവന സംഘം, സുന്നി മഹല്ല് ഫെഡറേഷൻ തുടങ്ങിയ അതിൻ്റെ കീഴ്ഘടകങ്ങളായിട്ട് 15ഓളം സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ ഒക്കെ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സാധാരണക്കാരും അതിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് കോഴിക്കോട് ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷനും കേന്ദ്ര മുശാവറ അംഗവുമായ നന്ദി ദാറുസലാം അറബി കോളേജിൻ്റെ സെക്രട്ടറിയുമായ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അർഹമുറാഹിമായ തമ്പുരാൻ സിഹത്തോടുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ സന്ദേശയാത്ര നയിക്കുന്ന തങ്ങളെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം നമുക്ക് ചില പുതിയ വഴികളൊക്കെ, ആ വളരെ സുന്ദരമായ വഴികളൊക്കെ അതിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നാമത് ഈ കൂട്ടായ്മ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ സംഘടനക്കാരെയും, ഇസ്ലാമിന് അനുകൂലമായ എല്ലാ സംഘടനക്കാരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്താനുള്ള ഒരു താക്കത്ത് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം. എല്ലാ സ്റ്റേജുകളിലും എവിടെ നമ്മൾ പരിപാടി നടത്തിയാലും ഒന്ന് തൊട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ടവരല്ല. എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ, അല്ലെങ്കിൽ
ഈ മാധ്യമങ്ങളൊക്കെ ചില സംഗതികളൊക്കെ സൃഷ്ടിച്ചു വിടാറുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായിട്ടാണ് അവർ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യൽ. ഏത് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും കാണാം. ഇത് എവിടുന്ന് കിട്ടിയതാ അവർക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം സമസ്തക്കില്ല, ഒരു രാഷ്ട്രീയവും സമസ്തക്കില്ല. പക്ഷേ സമസ്തൻ്റെ ആളുകൾക്ക്, സമസ്തയിലുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് പാർട്ടിയിലും ചേരാം. അത് നമ്മൾ തടയേണ്ടതല്ല. കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. അതാര് ചെയ്താലും അംഗീകരിക്കേണ്ടതാണ്. അത് ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതല്ലാതെ നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാറില്ല, സമസ്ത ഇടപെടാറില്ല. പക്ഷേ ഈ ചാനലുകാരും മറ്റു ഈ മീഡിയ സോഷ്യലിലൊക്കെ തന്നെ ചിലരൊക്കെ ചിലതാക്കി മുദ്ര കുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് അത് നമ്മളാരും ഉത്തരവാദിയല്ല. എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് പലവട്ടം പ്രഖ്യാപിച്ചതാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ ഒരു ബന്ധമോ അല്ലെങ്കിൽ അകൽച്ചയോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദുൽ ഉലമ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിലർക്ക് ദഹിക്കുന്നില്ല. രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മത്സരം ഉണ്ടാവും. അതുപോലെ ഞങ്ങളും അത് മത്സരിക്കണം എന്നുള്ള മനസ്സെച്ചാൽ ശരിയാവില്ല. സമസ്തക്കാർ അങ്ങനെ മത്സരിക്കണം. നിങ്ങളിപ്പം ഇടതുപക്ഷം വലതുപക്ഷത്തിന് കുറ്റം പറയും, വലതുപക്ഷം ഇടതുപക്ഷത്തിന് കുറ്റം പറയും. അത് പരിധിവരെ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾക്ക് അത് പറയാനൊന്നും നമുക്ക് കഴിയില്ല. ഇതാണ് ഇപ്പോൾ ഒരു തർക്കം. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാച്ചാൽ മുഖ്യമന്ത്രിനോട് ഞങ്ങൾ ബന്ധപ്പെടേണ്ടി വരും, മന്ത്രിമാരോട് ബന്ധപ്പെടേണ്ടി വരും. ഞങ്ങളിവിടെ ജീവിക്കുന്ന പൗരന്മാർ തന്നെയല്ലേ, നമുക്കിവിടെ ആവശ്യങ്ങളില്ലേ? ആവശ്യങ്ങളുണ്ടാവും. നമുക്കെതിരായി വരുന്ന സംഗതികൾക്ക് നമ്മൾക്ക് എന്താക്കണം, പ്രതിരോധിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ സയ്യിദുൽ ഉലമ എന്നുള്ളതാണ് ചിലരൊക്കെ കാണുന്ന തെറ്റ്. അത് ആ തെറ്റാണെങ്കിൽ തെറ്റുകൾ മനസ്സിലാട് വെച്ച വേറൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ നിലക്ക് തന്നെ നമുക്കെന്താക്കണം, പോകണം. എല്ലാവരെയും ഒത്തുപിടിച്ച് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്കെന്താക്കണം, പോകണം. അല്ലാതിരുന്നാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പ്രയാസമായിരിക്കും. ഭരിക്കുന്നവരിൽ നിന്ന് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്, അതിന് അവരുമായി ബന്ധപ്പെടും. പ്രതിപക്ഷത്തിൽ നിന്ന് നമുക്ക് അവകാശങ്ങൾ നേടാൻ വേണ്ടി അവരെ ഒത്താശ കിട്ടേണ്ടതുണ്ട്, അതിന് അവരെ നമ്മൾ സമീപിക്കും. ഈ നമ്മുടെ സ്റ്റേജുകളിൽ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും വരുമ്പോൾ എല്ലാ സ്റ്റേജുകളിലും വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, രമേശ് ഇന്നലെ കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും ഇടതും വലുതുമായിട്ട് നമുക്കൊരു വ്യത്യാസമില്ല. അതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ വാട്സപ്പിലൊക്കെ വരുന്ന ഈ പ്രവൃത്തി അതൊക്കെ ഇങ്ങനെ ഒരു തോന്നിയാസം എന്താണെന്ന് അറിയാത്ത കുറേ കുണ്ടന്മാരുണ്ടാവുമല്ലോ, കളിക്കുന്ന കുണ്ടന്മാർ, അവർ ചെയ്യുന്ന പണിയാണ്. അതൊക്കെ വളരെ തള്ളിക്കളയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ നിലക്കെന്താക്കണം, ചിന്തിക്കണം. അള്ളാഹു നമുക്കൊക്കെ നല്ല മനസ്സ് തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ്, ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളെ കമ്മ്യൂണിസ്റ്റ് മതമൊക്കെ അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ ഇവിടെ നമുക്ക് എന്താക്കണം, നമുക്ക് ആവശ്യം റോഡ് പാലൊക്കെ ഉണ്ടാക്കി തരണം. അത് നമ്മളെല്ലാവർക്കും ഉള്ളതാ, മുസ്ലിങ്ങൾക്കും സമസ്തക്കാർക്കും മാത്രമല്ല, പാലുണ്ടായ എല്ലാവർക്കും നടക്കുക. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ സഹകരണം നമുക്ക് വേണം. അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. മുഖ്യാതിഥി MK മുദീർ, അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. അദ്ദേഹം നമ്മളെ CH മുഹമ്മദ് കോയ സാഹിബിനെ നമുക്ക് ഓർക്കുന്നു. വളരെ വളരെ നല്ല ഒരു ഓർമ്മയാണ് CHൻ്റെ ഓർമ്മ. നമ്മളെ സംബന്ധിച്ച സമുദായത്തിനും നാട്ടിനും മതേതരത്തിനും ഒക്കെ വളരെയധികം ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകനും ആ വഴിയിൽ തന്നെ തുടരുന്നതാണ്. ചില അസുഖങ്ങൾ കൊണ്ട് അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ സിഹത്ത് ആഫിയത്ത് നൽകി ഈ സമുദായത്തെയും നാടിനെയും നയിക്കാൻ അദ്ദേഹത്തിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് പങ്കെടുക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. ഒരു പ്രസിദ്ധനായ ഒരു ചെറുപ്പക്കാരനായ MP ആണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സിദ്ദീഖ് MLA അദ്ദേഹം നമുക്കൊരു പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹം ഇവിടെ പങ്കെടുക്കും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അഡ്വക്കേറ്റ് PTA റഹീം, അദ്ദേഹം നല്ലൊരു സമസ്തക്കാരനും കൂടിയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലൊക്കെ അംഗമായിരുന്ന, അതോടുകൂടെ മഹല്ലുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെയും സാന്നിധ്യം നമുക്ക് ആവശ്യം. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അഹമ്മദ് ദേവർകോവിൽ MLA ആണ്. നേരത്തെ മന്ത്രിയായിരുന്നു, ഇപ്പം MLA ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളോടും സഹകരിക്കുന്ന
നല്ല ഒരു പ്രവർത്തകൻ തന്നെയാണ്. സമസ്തയ്ക്ക് വേണ്ടി വളരെയധികം സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ KT ജലീൽ MLA, ഇവരൊക്കെ ചില പാർട്ടിയിൽ നിന്ന് പോകുന്നവരും ഒക്കെ ആണെങ്കിലും അവർ തമ്മിലുള്ള വിരോധമൊന്നും നമ്മൾ നോക്കേണ്ടതില്ലല്ലോ. അതുപോലെ മുമ്പിലായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീക്കും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, നിങ്ങളൊക്കെ വളരെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് വരുന്നത് നമുക്കറിയാം. പക്ഷേ സമസ്ത എന്ന് കേട്ട ആരും നിങ്ങളെ കാര്യമായിട്ടൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. സമസ്ത എന്ന് കേട്ടപ്പം ഓടിയെത്തിയവരാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല ഈ മനസ്സ് നിലനിർത്തി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുകയാണ്. അതേ അവസരത്തിൽ ഈ ജാഥ ഇപ്പോൾ 8 ദിവസമായി. ഇനി 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. നാളെ കണ്ണൂരിൽ പോയി, പിന്നെ കാസർഗോഡ് പോയി, മറ്റന്നാൾ മംഗലാപുരത്ത് അവസാനിക്കുകയാണ്. അർഹമുർ-റാഹിമായ തമ്പുരാൻ എല്ലാ നിലക്കും നല്ല നിലയിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമ്മുടെ നേതാക്കൾക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.